ഹലോ ഗൈസ്, എല്ലാവർക്കും Mallustocktraderലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പൊതുവെ യൂസ് ചെയ്യാറില്ല. പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. എന്നാലും ഇൻഡിക്കേറ്റേഴ്സ് ചിലത് ഞാൻ നോക്കി വെക്കാറുണ്ട്. അതിപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ലെങ്കിലും ഞാനത് ഇടയ്ക്ക് നോക്കാറുണ്ട്. അപ്പോൾ അതിലെ മെയിൻ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ഒരു CPR ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ, CPR സെലക്ട് ചെയ്യാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതൊരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേറ്റേഴ്സ് പൊതുവെ എല്ലാം ലാഗിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് പ്രൈസ് ആക്ഷൻ നടന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഡാറ്റ നമുക്ക് അവർ തരുന്നത്. എന്നാൽ ഈ ഒരു CPR ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റാർട്ടിംഗ് ഡേ തന്നെ വരും. അതുകൊണ്ട് നമുക്കിത് ലീഡിംഗ് ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു CPRന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് സോണിനെ നമ്മൾ കണ്ടെത്തി തരുവാണ്. നമ്മൾ ഒന്നും കഷ്ടപ്പെടാതെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സോണുകൾ അവർ മാർക്ക് ചെയ്ത് തരാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു CPR വെച്ചിട്ട് നമുക്ക് ട്രെൻഡിങ് ഡേ ആണോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ഡേ ആണോ എന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇത് പൊതുവെ പറയുന്ന ഒരു തിയറിയാണ്. അതായത് ഇപ്പോൾ CPR നാരോ റേഞ്ച് ആണെങ്കിൽ അന്നൊരു ട്രെൻഡിങ് ഡേ ആയിരിക്കും, അല്ലെങ്കിൽ CPR വൈഡ് ആണെങ്കിൽ അതൊരു റേഞ്ച് ബൗണ്ട് ഡേ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ എടുത്ത് നോക്കിയാൽ തന്നെ അതുപോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതൊരു നാരോ റേഞ്ച് CPR ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുൻപേ കാണിച്ചെന്നൊരു കാര്യമാണ്. അതായത് ഇന്ന് ട്രെൻഡിങ് ഡേ ആണെന്ന് നമുക്ക് CPR പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റേഞ്ച് ബൗണ്ട് നോക്കുവാണെങ്കിൽ തൊട്ടപ്പുറം തന്നെ നമുക്ക് വൈഡ് ആയിട്ടുള്ളൊരു റേഞ്ച് നമ്മുടെ ഈ ഒരു CPR വന്നിട്ടുണ്ട്. അത് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു റേഞ്ച് ബൗണ്ട് ഡേ ആണ്. നമുക്ക് ഈ ഒരു ടോപ്പിലും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടത്തിലും ഉള്ളിലാണ് ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഒക്കെ ശരിയാണ്. നമുക്കിപ്പോ ഒരു 100% ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഷുവർ പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ CPR വേണമെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ ഒരു 50% ആക്ച്വലി ട്രൂ ആയിട്ട് പറയാൻ പറ്റും. CPRന്റെ ആദ്യത്തെ യൂസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് CPR വെച്ചിട്ട് നമുക്ക് ഒരു റേഞ്ച് ബൗണ്ട് ആണോ അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇനി രണ്ടാമത്തെ മെയിൻ യൂസ് എന്ന് പറഞ്ഞത് ഈ ഒരു ലെവൽസ്, അതായത് CPRൽ വരുന്ന ഈ ഒരു ലെവൽസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിൽ മെയിൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു നാരോ റേഞ്ച് CPR ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതൊരു വൈഡ് റേഞ്ച് CPR ആണ്. ഇതായാലും ഒരു വൈഡ് റേഞ്ച് CPR ആണ്. നമുക്ക് രണ്ട് നാരോ റേഞ്ച് CPR ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ വിസിബിൾ ആണ്. ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴാണോ ഒരു നാരോ റേഞ്ച് CPR കാണുന്ന ആ ഒരു നാരോ റേഞ്ച് കണക്ട് ചെയ്തിട്ട് ഒരു റെക്ടാംഗിൾ എപ്പോഴും വരച്ചു വെക്കുക. അതൊരു പവർഫുൾ സോൺ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്നത് കാണിച്ചു തരാം. ഞാനപ്പോ ഇവിടെ വെച്ചിട്ട് ഒരു സോൺ വരയ്ക്കുവാണ്. ഞാനിപ്പോ രണ്ട് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും നാരോ CPR വെച്ചിട്ട് കണക്ട് ചെയ്ത് വരച്ചിട്ടുള്ള സോൺ ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അപ്പൊ ഈ രണ്ട് സോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പവർഫുൾ ബൈയിങ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്തി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സോണ് ആക്ച്വലി ഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ എൻട്രി എടുക്കരുത്. ഇവിടെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് വന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു ഇൻഡിക്കേറ്ററിനെ പ്യൂർലി ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് ചെയ്യരുത്. അത് തന്നെ പറഞ്ഞത്. ഇവിടെ വന്നിട്ട് നമുക്കൊരു നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു സോൺ മാർക്ക് ചെയ്തു. ഈ ഒരു സോൺ നമുക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് 7th ഫെബ്രുവരി 8th ഫെബ്രുവരിയിലാണ്. അപ്പൊ അതിനുശേഷം പ്രൈസ് നമുക്കിവിടെ നോക്കിയാൽ കാണാം ടോപ്പിലോട്ട് പോയിട്ടുണ്ട്. ഇതുവരെ ആ ഒരു സോൺ ടച്ച് ചെയ്തിട്ടില്ല. എപ്പോഴാണ് ആ ഒരു സോൺ ടച്ച് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് 13th ആ ഒരു സോൺ ഇവിടെ ടച്ച് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്കിവിടെ നോക്കിയാൽ കാണാം ആ ഒരു സോൺ ഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ഇൻട്രാഡേ എൻട്രി ഒരു ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലോസ് വരും. ലോസ് വരത്തില്ല, നമുക്കത് ഒരു ചെറിയൊരു അപ്സൈഡ് ഡൗൺ സൈഡ് മൂവ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ സോൺ എത്തിയ നമുക്ക് ആ ഒരു ലെവൽ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ സോൺ ആണ് കറക്റ്റ് പ്രൈസ് എത്തി ഇവിടെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക്, അതായത് ഒരു ഹാമർ പോലത്തെ ഒരു ക്യാൻഡിൽസ്റ്റിക് ഫോം ചെയ്യുന്നു. അവിടെ നിന്ന് പ്രൈസ് റിവേഴ്സ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പവർഫുൾ സോണിൽ തന്നെ നല്ലൊരു ബയേഴ്സ് കയറി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അവിടെ നമ്മളൊരു ബൈ എൻട്രി എടുക്കുന്നു. പിന്നെ പ്രൈസ് പോകുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാം ഓൾമോസ്റ്റ് നല്ലൊരു ഹൈറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ബൈയിങ് മൊമെന്റിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള എല്ലാ CPR നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് വൈഡ് റേഞ്ച് CPR ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വൈഡ് റേഞ്ച് CPR ആണെങ്കിൽ നമുക്കത് നോർമൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ അപ്പർ ബാൻഡിൽ സപ്പോർട്ട് എടുക്കുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് 2 പ്രാവശ്യം സപ്പോർട്ട് എടുക്കുന്നു. അവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, അതായത് ഇവിടെ ഒരു ഹാമർ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്കത് ആക്ച്വലി ഒരു ചെറിയൊരു കൺഫർമേഷൻ ആണ്. നമുക്കൊരു ഇൻഡിക്കേറ്റർ കൺഫർമേഷൻ തന്നു, ക്യാൻഡിൽസ്റ്റിക് കൺഫർമേഷൻ തന്നു. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് അതിനുശേഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഫോം ചെയ്തിട്ടുള്ള എല്ലാം വൈഡ് റേഞ്ച് CPR ആണ്. അവിടെയൊക്കെ നമുക്കിവിടെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കാണാൻ പറ്റും.
അപ്പൊ ഈ ഒരു സിമ്പിൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ അതിന് പറ്റിയൊരു ബെസ്റ്റ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ലൈവ് ട്രേഡ് വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യം മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് ഇത് റിയൽ മാർക്കറ്റിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു CPR ഇൻഡിക്കേറ്റർ എടുക്കുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ധന്നിന്റെ ട്രേഡിംഗ് വ്യൂ സൈറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവര് CPR ഇൻഡിക്കേറ്റർ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. CPR സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡെയിലി ലെവൽസും അതുപോലെ തന്നെ വീക്ക്ലി ലെവൽസും അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിപ്പോൾ ട്രേഡിംഗ് വ്യൂവിലാണ് ഇത് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് വ്യത്യാസമുണ്ട്. CPR ഡയറക്ട്ലി ഇവരൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് തരുന്നില്ല. CPR പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് കമ്മ്യൂണിറ്റി സ്ക്രിപ്റ്റിലാണ്. അതിലാണെങ്കിൽ നമുക്ക് നല്ലത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കുറച്ചുകൂടിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള CPR ആണ്. നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ഈ ഒരു ബ്രോക്കേഴ്സ് തരുന്നതായിരിക്കും. എനിക്കറിയില്ല വേറെ ഏതൊക്കെ ബ്രോക്കേഴ്സ് തരുന്നുണ്ടെന്ന്. അപ്പോൾ ധന്നിൽ എന്തായാലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ധന്നിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഞാൻ എന്തായാലും ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ കൂടി ഇടുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് കമന്റിൽ പറയാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അൽഗോരിതം കാരണം വീഡിയോ കയറി പോകുന്നതായിരിക്കും.